യെസ്, എ ബി സി ബാർ പ്ലസ് എ ബാർ സി ഡി അല്ലേ? എല്ലാവർക്കും സി കിട്ടുന്നുണ്ട്. ഓക്കെ ആണ്, എല്ലാവർക്കും ഓക്കെ ആണത്. മുന്നോട്ട് പോകട്ടെ എന്നാ. ക്ലിയർ ആണ് ഇത്? പറയൂ പറയൂ പറയൂ. നമുക്ക് വാല്യൂ ഉള്ളത് ഡി ഉള്ള ആദ്യത്തെ I1-ലും I3-ലും പിന്നെ 1-ലും ഉള്ളത് അത് ശരിയല്ലേ? ആൻസർ സി കിട്ടും. എല്ലാവർക്കും ഓക്കെ ആണോ? നമ്മൾ ഇക്വേഷൻ പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ ഡി ഉണ്ട്, ഡി ഉണ്ട്, 1 ഉണ്ട്. അപ്പൊ ആ വാല്യൂ മാത്രം എടുത്താൽ മതി. I1 എന്ന് പറയുമ്പോഴത്തേക്കും എ ബാർ ബി സി ഡി പ്ലസ് എ ബാർ ബി സി ഡി ഓക്കെ ആണോ? പ്ലസ് I6 എ ബി സി ബാർ. ഇവിടെ വരെ ആൻസർ ആയിട്ട് എല്ലാവർക്കും ഓക്കെ ആണത്. നമ്മൾ നേരെ ജനറൽ ഇക്വേഷൻ അപ്ലൈ ചെയ്യണം. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? ഇതിൽ നിന്ന് നമുക്കൊരു ടേം പറയുകയാണെങ്കിൽ എ ബാർ പുറത്തു പോകും, ബി ബാറും ബിയും അവിടെ നിൽക്കും, സി ഡി പുറത്തു വരും. അപ്പൊ എ ബാർ സി ഡി പ്ലസ് എ ബി സി ബാർ. എല്ലാം ഓക്കെയാണ്. 16-bit ripple carry order realizing using 16 identical full order. Carry propagation delay 12 nanoseconds. Some propagation delay of each full order is 12 nanoseconds. Then propagation delay of each full order, some propagation delay of each full order is 15 nanoseconds. Then worst case delay of this 16-bit order will be. നമ്മൾ ഈ ക്ലാസ് ചെയ്തിട്ടുള്ളതാണിത്. നമ്മൾ പറഞ്ഞിട്ടുള്ള എന്താണ്? ആദ്യത്തെ ഫുൾ ഓർഡറിന്റെ ക്യാരി വർക്ക് ചെയ്താൽ ഇവിടെ എത്തിയതിന് ശേഷം മാത്രമേ അടുത്ത വർക്ക് ചെയ്യുള്ളൂ, എന്നിട്ട് അതിന്റെ ക്യാരി പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. അങ്ങനെ അടുത്ത 14 ക്യാരി വരെ പ്രൊഡ്യൂസ് ചെയ്തു. എന്നിട്ട് സമ്മ് പ്രൊഡ്യൂസ് ചെയ്യാനാണ് കൂടുതൽ സമയം വരുന്നത്. ഡിലേ ഓഫ് ഈച്ച് ഫുൾ ഓർഡർ ആൻഡ് സം പ്രൊപ്പഗേഷൻ ഡിലേ ഓഫ് ഈച്ച് ഫുൾ ഓർഡർ ഈസ് 15 നാനോസെക്കൻഡ്സ്. അപ്പൊ നമുക്ക് പറയാം എന്താണ്? പറയൂ പറയൂ പറയൂ. ക്യാരി പ്രൊപ്പഗേഷൻ ഡിലേ ഓഫ് ഈച്ച് ഫുൾ ഓർഡർ ഈസ് ആൻഡ് സം പ്രൊപ്പഗേഷൻ ഡിലേ. ഇവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടല്ലോ. ഇങ്ങനെ ഒരു ഡയലോഗ് ഇല്ല. And the sum propagation delay of each full order is 15 nanoseconds. അപ്പൊ എന്തുവരും? 12 × 15 പ്ലസ് ഒരു 15 വരും. ഈ നമ്മൾ ക്ലാസ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഈ പറയുന്നത്. അത് വേറൊന്നുമില്ല. ക്യാരി പ്രൊഡ്യൂസ് ചെയ്യുന്ന അവസാനത്തെ ഇതുവരെ നമുക്ക് എന്ത് മതി? 12 മതി. അതിനുശേഷം ഏറ്റവും അവസാനത്തെ വരുമ്പോൾ 12 അല്ല 15 വേണ്ടത്. കാരണം സമ്മ് പ്രൊഡ്യൂസ് ചെയ്യാൻ അവിടെ അത്ര സമയം എടുക്കുന്നുണ്ട്. കൃത്യമായിട്ട് ഒന്നുകൂടെ പറയുകയാണെങ്കിൽ സമ്മ് പ്രൊഡ്യൂസ് ചെയ്ത് വരുന്നു നമുക്ക് ഈ പറയുന്ന ആദ്യത്തെ ഇത് എപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യും? 15ാമത്തെ സെക്കൻഡിൽ. നാനോ സെക്കൻഡ്സ് ആണ് അത് വിട്ടുകള. 15ാമത്തെ സെക്കൻഡിൽ. ഇവിടെ 12ാമത്തെ സെക്കൻഡിൽ ക്യാരി പ്രൊഡ്യൂസ് ചെയ്യും. ഈ ക്യാരി വന്നതിന് ശേഷം മാത്രമേ ഇവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പൊ 12 + 15 ആയിരിക്കും ഇവിടുത്തെ സമ്മിന്റെ ആൻസർ. ഇവിടെ ക്യാരി വരുമ്പോൾ എത്ര ആവും? 24 ആവും അടുത്ത ഫുൾ ഓർഡറിലേക്ക്. അങ്ങനെ പോയി വന്നാൽ 12 × 15 ആയിരിക്കും ഇവിടെ ക്യാരി എത്തുന്ന സമയം. ആ ക്യാരി അവസാനം ഈ 15 അല്ല 16 ഒരെണ്ണോടെ വരുന്നുണ്ട്. 0 എന്ന് തുടങ്ങി അല്ലേ? അപ്പൊ 15. അപ്പൊ 15 ക്യാരി എത്തുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ 12 × 15 വരും. പിന്നെ അവസാനം ക്യാരി പ്രൊഡ്യൂസ് ചെയ്യാൻ 12 മതി, സമ്മ് പ്രൊഡ്യൂസ് ചെയ്യാൻ 15 വേണം. അപ്പൊ 15 വേണം കൺസിഡർ ചെയ്യാൻ. അപ്പൊ ഇതിന്റെ വാല്യൂ എത്ര കിട്ടും? 13 × 15. വാല്യൂ എത്ര വരും? 13 × 15 എന്ന് പറഞ്ഞാൽ 13 130 കിട്ടി. 130ന്റെ പകുതി എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? 65 കിട്ടും. 13 + 65 ചെയ്യുമ്പോൾ 130 + 65 എന്ന് പറയുമ്പോൾ 195. എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ ആണോ? പറയൂ പറയൂ പറയൂ.
എല്ലാവരും ചെയ്തിട്ടുണ്ടല്ലേ? 195. റൈറ്റ്. യെസ്, എല്ലാവരും ആൻസർ ചെയ്തിട്ടുണ്ട്. പറഞ്ഞ ആൻസർ എത്ര കിട്ടും? ബി ആൻസർ കിട്ടും അല്ലേ? നമ്മൾ ഇത്ര നേരം പറഞ്ഞ കാര്യമുണ്ട്. എക്സോർ ഗേറ്റ് കിട്ടണം സിയുടെയും ഡിയുടെയും. വാല്യൂ എന്തായിരിക്കണം? A1 A2 എന്തായിരിക്കണം? A1 A2 എന്തായിരിക്കണം? 1 ആയിരിക്കണം. A0യും A3യും എന്ന് പറഞ്ഞ ആൻസർ എന്തായിരിക്കും? സി ആയിരിക്കും. റൈറ്റ്. പറഞ്ഞു, ഇതൂടെ പറഞ്ഞു. പറയൂ. ആൻസർ എ ആയിരിക്കും. ശരിയല്ലേ? യെസ്. PQ ആയിരിക്കും. അത്രേ ഉള്ളൂ. അപ്പൊ ടേക്ക് കെയർ എല്ലാരും. ക്രിസ്റ്റീന, സാലി, നയന, സുജിത, നിമിത, സജന, ധന്യ, ഐശ്വര്യ, എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ടേക്ക് കെയർ. താങ്ക് യു. ബൈ.